കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവർ യെരുശലേമിനോട് സമീപിച്ചു. ഒലിവുമലയരികെ ബെത്ഫാഗയിലും ബേഥാന്യയിലും എത്തിയപ്പോൾ യേശു ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. അവരോട്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. ശിഷ്യന്മാർ പോയി പറഞ്ഞതുപോലെ തന്നെ കണ്ടു. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടി. അഴിക്കുമ്പോൾ അവിടെയുള്ളവർ ചോദിച്ചു, എന്താ അഴിക്കുന്നത്? അപ്പോൾ പറഞ്ഞു വിട്ടായിരുന്നു കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പം തന്നെ വിട്ടു, കാരണം ഇത്ര നാൾ ആർക്കും ആവശ്യമില്ലായിരുന്നു. അതിനെ കൊണ്ടുവന്നു ശിഷ്യന്മാരോട് പിടിച്ച് കർത്താവ് കയറിയിരുന്നു മന്ദിരത്തിലോട്ട് കൊണ്ടുപോയി. ഇത് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ള കാര്യം നിവർത്തിക്കുകയാണ്. പക്ഷെ കർത്താവ് മനുഷ്യനായി വന്ന ദൈവം വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അകത്തൊക്കെ ആർക്കും വേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നമുക്ക് തന്നെ പിടികിട്ടാത്ത കാര്യം, എന്താ ഞാനിങ്ങനെ ആയിപ്പോയി? നസ്രായൻ പറയുകയാണ്, അതെനിക്ക് വേണം. ആ ഫൂളിഷ്നെസ് ഇല്ലേ, ലോകം പറയുന്ന, നീ പറയുന്ന ആ ഫൂളിഷ്നെസ് ഇല്ലേ, അതെൻ്റെ കൊണ്ടുപോകാം. അതിന് ഞാൻ ശിഷ്യൻ്റെ കൂടെ പിടിക്കാം. ഞാൻ പുറത്ത് കയറിയിരിക്കാം. ശിഷ്യന്മാരൊത്തിരി ഉണ്ട്. കർത്താവ് പുറത്ത് കയറിയ ശിഷ്യന്മാർ അധികമൊന്നുമില്ല. കർത്താവ് പുറത്ത് കയറിയ ശിഷ്യൻ മന്ദിരത്തിൽ ചെന്നാൽ അവിടെ ചലനം നടക്കും. അത് വഴിയരികിൽ ചലനങ്ങൾ സൃഷ്ടിക്കും. അത് അനേകരുടെ വാ തുറക്കും, ആർപ്പിടിക്കും. അതിനെയാണ് റിവൈവൽ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ ഫൂളിഷ്നെസ് എന്താണെന്നൊന്ന് അന്വേഷിച്ചാൽ ആ അധ്യായത്തിൽ തന്നെ ഉണ്ട്, ചില ക്ലൂകളൊക്കെ ഉണ്ട്. തല വലുതായിട്ട് ഉടൽ ചെറുതായ ഒരു അത്തിമരം എന്ന് പറഞ്ഞാൽ തഴച്ച് നിൽക്കുകയാണ്. ഈ ഹിപ്പിക്കാരായ മനുഷ്യർ നിൽക്കുന്ന കണക്ക് തല ഇങ്ങനെ പച്ചപ്പ് പിടിച്ച് നിൽക്കുകയാണ്. അടുത്ത് വന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. അത്തിപ്പഴങ്ങളുടെ സീസണൊന്നും അല്ലായിരുന്നു. പിന്നെ എന്തിനാ നീ ഇങ്ങനെ കാണിച്ചേ? അവിടെ നിനക്ക് വെളിപ്പെടാനുള്ളത് വെളിപ്പെട്ടിട്ട് കാണിച്ചാൽ പോരെ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത്, ഭാവിക്കേണ്ടതിന് മീതെ എന്തിനാ ഭാവിച്ചുയരുന്നേ? കർത്താവ് ശാസിച്ചെന്നല്ല, ശപിച്ചെന്നാണ്. ഇനി സീസൺ ടൈമിൽ പോലും നീ കായ്ക്കില്ല. ആലയത്തിനകത്ത് വന്നു, വാങ്ങാനും വിൽക്കാനും ആൾക്കാർ നിൽക്കുകയാണെന്ന്. ഇതിനെയൊക്കെ ശാസിച്ച അപ്പോസ്തലന്മാരുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്നൊരു മന്ത്രവാദിയോട് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ ശമര്യയിൽ അയാളുടെ പൂർവികന്മാരാണ് ഇത്. അല്ലെങ്കിൽ ഇവിടുന്നാണ് അത് അങ്ങോട്ട് പോയത്. കൾട്ട് പടരും, സ്പ്രെഡാവും. പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആണ് ബിസിനസ് എന്നൊക്കെ പറയുന്നത്, വാങ്ങുക വിൽക്കുക. അതാകുമ്പോൾ 2 പേർക്കും കുറ്റബോധമില്ലല്ലോ. താഴ്മയും വേണ്ട, ദൈവികതയും വേണ്ട. മാനുഷികമാണ്, പ്രാകൃതമാണ്, വേണമെങ്കിൽ പൈശാചികമാണ്. കർത്താവ് അത് പറഞ്ഞത്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്നാണ് വിളിക്കപ്പെടും. നിങ്ങളത് കള്ളന്മാരുടെ ഗുഹയാക്കി കളയും. അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, എന്ത് അധികാരത്തിലാണ് നീ ചെയ്യുന്നത്? നീ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, എന്ത് അധികാരത്തിലായി ചെയ്യുന്നതെന്ന് പറ. ആ ചോദ്യം വരാം. അപ്പോൾ കർത്താവ് പറയണം, ഓക്കെ ഞാൻ പറയാം, എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നായിരുന്നോ മനുഷ്യരിൽ നിന്നായിരുന്നോ? അവർ യേസും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. ഇതാണ് ഹിപ്പോക്രസിയുടെ പ്രശ്നം. അവർക്കറിയാം, പക്ഷേ അവർ ചെയ്യത്തില്ല. അപ്പോൾ അറിഞ്ഞുകൊണ്ട് എഴുത കളിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിൻ്റെ അകത്തിരിക്കുന്ന ഫൂളിഷ്നെസ് നീ വിളിക്കുന്ന സത്യമില്ലേ? യോഹന്നാൻ സ്നാപകൻ നീതിയും വിശുദ്ധിയുള്ളൊരു മനുഷ്യൻ. അപ്പോൾ നീതി ആഗ്രഹിക്കുന്ന, വിശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു കഴുത നിൻ്റെ അകത്തില്ലേ? ഈ ലോകം ഫൂളിഷ്നെസ് എന്ന് പറയുന്ന സാധനമില്ലേ? അതിന് കർത്താവിന് വേണം. അത് ഹിപ്പോക്രസിയെ പരിഹസിക്കും. ആ കഴുത തല വലുതായിട്ട് ഹൃദയം ചെറുതായ മനുഷ്യരെ ഉണവികളയും, അവരുടെ ബുദ്ധിമണ്ഡലത്തെ അഫലമാക്കും. അത് അനേകർക്ക് കൂടുതലാവും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം കരുണ കാണിക്കട്ടെ. പുത്രനെ വഹിക്കുന്നവരായി, ലോകത്തിന് വെളിച്ചമായി, അത്ഭുതമായി, അനുഗ്രഹമായി സ്വർഗം നിങ്ങളെ മാറ്റട്ടെ. ആമേൻ.